ഇത് കോൺഫിഡൻസ് എന്നതിന് അപ്പുറം ഇതൊരു വിശ്വാസമാണ്. കാരണം നല്ല സിനിമകളെ മലയാള പ്രേക്ഷകർ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമാണ് അതിന് ആസ്പദം. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങൾ ദുരൂഹ സാഹചര്യവുമായിട്ട് കോർത്തിണക്കി ഞാൻ പറയുമ്പോൾ പോലും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മലയാളികൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. അപ്പോൾ അത് വളരെ രസകരമായിട്ട്, ഇച്ചിരി ക്വേക്കിയായിട്ട്, ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും അത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആയതും അതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ലിസ്റ്റ് തന്നെ പറഞ്ഞു, ഈ ഒരു സമയം എന്ന് പറയുന്നത് പല വലിയ സിനിമകൾ, മറ്റു പല സിനിമകളും റിലീസ് ചെയ്യാൻ ഭയപ്പെടുന്ന സമയത്ത് പോലും വലിയ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല സിനിമകളായതുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന സിനിമകളായതുകൊണ്ടുമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് നല്ല സിനിമകളുമായിട്ട് വരുന്ന ആരെയും നിരാശപ്പെടുത്തില്ല മലയാള സിനിമ പ്രേക്ഷകർ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെയും കോൺഫിഡൻസിന്റെയും പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യം എന്ന സിനിമയുമായിട്ട് ഈ ടീം വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട 2-3 പേരുകൾ, ഒന്ന് ചിദംബരത്തിന്റെ കാര്യമാണ് അങ്ങനെ എടുത്തു പറഞ്ഞത്. കാരണം ചിദംബരം എന്ന സംവിധായകൻ, മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ആദ്യമായിട്ട് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അതായത് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു അപ്പിയറൻസിലും ഒരു ഭാവത്തിലും നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് സിനിമയിലുണ്ടാവും. അതേപോലെ തന്നെ സുധീഷ്, എൻ്റെ ആദ്യ സിനിമ മുതൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു അഭിനേതാവാണ്, ഒരു സുഹൃത്താണ്. ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തമായ പല സിനിമകളും പല ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ 2 തന്നെ ഒരു മനോഹരമായ വേഷം ചെയ്തിട്ടുണ്ട്. സുധീഷിനെയും ഈ സിനിമയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ ഗാനങ്ങളാണെങ്കിലും ഡോൺ വിൻസനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വരികൾ ഞാൻ അല്ലെങ്കിൽ എന്ന ഗാനം രചിച്ചിരിക്കുന്നത് രതീഷ് തന്നെയാണ്. ഒരു കെമിസ്ട്രി ടീച്ചർക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ആ പാട്ട് തുടങ്ങുന്നത് തന്നെ. ശരിക്കും ഒരു കെമിസ്ട്രി അധ്യാപകൻ എൻ്റെ റൈറ്റ് സൈഡിലും ഒരു കെമിസ്ട്രി അധ്യാപികയാണ് എൻ്റെ ഇടതുവശത്തും ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കോമ്പോസും കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ പുള്ളിയുടെ ചില റെഫറൻസുകളൊക്കെ ഭയങ്കര രസമാണ്. ഇതിൽ മിനി എന്നാണ് ശരണ്യെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. എൻ്റെ പേര് സേതു എന്നാണ്. ഒരു ഹീറോയുടെ സ്പ്ലെൻഡർ ഉണ്ട്. ശരിക്കും ഈ സേതു എന്ന് പറയുന്ന സ്തുതിയും അല്ലെങ്കിൽ മിനി, സ്പ്ലെൻഡർ എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു 2ാം കാഴ്ചയിൽ അല്ലെങ്കിൽ 3ാം കാഴ്ചയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പറയാൻ കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇതിന്റെ രസകരമായ കാര്യം. അപ്പൊ ഇങ്ങനത്തെ ചില നമുക്ക് പെട്ടെന്ന് ആദ്യ കാഴ്ചയിൽ പെട്ടെന്ന് കിട്ടാത്ത ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ രസകരം മാത്രമല്ല വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ പോലും നമുക്ക് പിന്നീട് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും ഒരു ദുരൂഹ സാഹചര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത തരത്തിൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ അവതരിപ്പിക്കാൻ സാധിക്കുകയും നമ്മളെ സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വേറൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവില്, ആംഗിളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് നല്ല സിനിമയുടെ ഗണത്തിൽ പെടും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് മാജിക് ഫ്രെയിംസും പുതിയ പിക്ചേഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതും തിയേറ്ററിലേക്ക് വിഷു കൈനീട്ടമായിട്ട് കൊണ്ടുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.